നമസ്കാരം. RSS സർക്കാരി വാക് ദത്താത്രേയ ഹൊസബലെ അദ്ദേഹം ഇന്നലെ അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പുതുക്കൽ ചടങ്ങിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള സെക്കുലാറിസം, സോഷ്യലിസം ഈ രണ്ട് വാക്കുകളും എടുത്തു മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ. എടുത്തു മാറ്റുവാനല്ല അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ട് ഈ രണ്ട് വാക്കുകളും എടുത്തു മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടാ എന്നാണ്. ഇത് ഈ കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയൊരു ചർച്ചയാണ്. ഹൊസബലയല്ല അതിൻ്റെ തുടക്കക്കാരൻ. 2020 സുപ്രീം കോടതിയിൽ സുബ്രഹ്മണ്യം സ്വാമി ഒരു പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷനിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ്. അതായത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസവും സെക്കുലറിസവും ഈ രണ്ട് വാക്കുകളും എടുത്തു മാറ്റുക. അതായിരുന്നു സ്വാമിയുടെ പെറ്റീഷൻ. അപ്പോൾ അന്ന് ഈ TG മോഹൻദാസുമായിട്ട് നടത്തിയ ഒരു ചർച്ചയിൽ എനിക്കൊരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ ഈ ടോപ്പിക്ക് TG ഡിസ്കസ് ചെയ്തു. അപ്പോൾ അന്ന് TG പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആ ഡിസ്കഷനിൽ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ പറയുന്നത്, TG പറഞ്ഞതെന്തോ അത് പറയുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നി ഇന്നത്തെ ഈ കോണ്ടെക്സ്റ്റിൽ. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 160 അംഗങ്ങളുണ്ടായിരുന്നു. എല്ലാവരും പ്രഗത്ഭന്മാർ. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ, അതിപ്രഗത്ഭൻ. ഈ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്തത് തന്നെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓരോരോ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യും, ഡിസ്പ്യൂട്ട് ചെയ്യും, ചർച്ച ചെയ്യും. അവർക്ക് ഒരു കൺക്ലൂഷനിലെത്താൻ സാധിച്ചില്ല എങ്കിൽ അത് അംബേദ്കറിൻ്റെ അടുത്തേക്ക് വരും. അംബേദ്കറിൻ്റെ ഡിസിഷനാണ് ഫൈനൽ. കാരണം അദ്ദേഹം അത്രമാത്രം സ്കോളർലി പേഴ്സൺ ആയിരുന്നു, ലേൺഡ് മാൻ ആയിരുന്നു. അത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അംബേദ്കർ പറയുന്നതായിരുന്നു ഫൈനൽ ഡിസിഷൻ. അതാണ് നമ്മുടെ ഭരണഘടനയിലിരിക്കുന്നത്. ഈ അംബേദ്കറും അദ്ദേഹത്തിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും 1950 ജനുവരി 26 നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായപ്പോൾ പുറത്തിറക്കിയ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത ഭരണഘടനയിൽ ഈ രണ്ട് വാക്കുമില്ല. അതിൽ സോഷ്യലിസവും ഇല്ല, അതിൽ സെക്കുലാറിസവും ഇല്ല. ഇന്നത്തെ ഞാൻ ഭരണഘടന ഒന്ന് വായിക്കാം. ഭരണഘടനയുടെ ആമുഖം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൽ അംബേദ്കർ ഡ്രാഫ്റ്റ് ചെയ്ത ഭരണഘടന റിസോൾവ് ടു constitute India into a sovereign democratic republic. ഇങ്ങനെയായിരുന്നു അംബേദ്കർ ഡ്രാഫ്റ്റ് ചെയ്ത ഭരണഘടനയുടെ ആമുഖം. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്ത്യ ഈസ് എ സോവറീൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. രണ്ട് വാക്കുകൾ ആഡ് ചെയ്യപ്പെട്ടു, സോഷ്യലിസവും സെക്കുലറിസവും. ഇത് എങ്ങനെ ആഡ് ചെയ്യപ്പെട്ടു എന്ന് നോക്കാം. ഇത് ആഡ് ചെയ്തത് അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഇന്ദിരാഗാന്ധിയാണ്. ഭരണഘടന ഭേദഗതിയിലൂടെ 46ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ ഈ രണ്ട് വാക്കുകളും ചേർത്തത് ഇന്ദിരാഗാന്ധിയാണ്. അതിന് കാരണമുണ്ട്. ഈ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ ശത്രു RSS ആയിരുന്നു. അപ്പോൾ RSSനെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയാണ് സെക്കുലാറിസം ഇവരിനകത്ത് കയറ്റിയത്. അത് വലിയ രീതിയിൽ അവർ വിജയിക്കുകയും ചെയ്തു. നിങ്ങൾ സെക്കുലാർ അല്ല അന്നു മുതൽ തുടങ്ങിയാണ്. അതിന് മുമ്പ് ഈ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡ് ലൈനിങ്ങിന് വേണ്ടിയാണ് ഈ സെക്കുലാറിസം എന്നുള്ള വാക്ക് ഇവർ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സോഷ്യലിസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്
കമ്മ്യൂണിസ്റ്റുകാരെ സൂചിപ്പിക്കാനാണോ? നെഹ്റു ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു, അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റുമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഈ കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റുമാണ്. അപ്പോൾ അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സോഷ്യലിസ്റ്റ് ഇതിനകത്ത് ആടിയിരിക്കുന്നത്. ഇനി ഈ സോഷ്യലിസവും സെക്യുലറിസവും നമ്മുടെ ഭരണഘടനയിൽ വേണോ വേണ്ടയോ എന്ന് അംബേദ്കറിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ തന്നെ ഡിസ്കഷൻ വന്നതാണ്. എന്തായിരുന്നു അംബേദ്കറിൻ്റെ ഡിസിഷൻ? ഈ രണ്ട് വാക്കുകളും നമ്മുടെ ഭരണഘടനയിൽ പാടില്ല എന്നുള്ളതായിരുന്നു അംബേദ്കറിൻ്റെ ഡിസിഷൻ. അതിന് അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത് അന്ന് അതിൻ്റെ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഡിസ്കഷൻസൊക്കെ അവൈലബിൾ ആണ്, നമുക്കത് വായിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഭരണഘടന എന്ന് പറയുന്നത് ഈ ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം എന്ന് പറയുന്ന ഗൈഡ് ലൈനാണ്. അത് ഒരു പൗരൻ്റെ ചിന്തയെ നിയന്ത്രിക്കുന്നതാവില്ല. സോഷ്യലിസമായാലും സെക്യുലറിസമായാലും കമ്മ്യൂണിസമായാലും ഇതൊക്കെ ഐഡിയോളജീസാണ്. ഒരാൾ സോഷ്യലിസ്റ്റ് ആവണോ അല്ലെങ്കിൽ സെക്യുലർ ആവണോ അതോ കമ്മ്യൂണിസ്റ്റ് ആവണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവൻ്റെയാണ്. ഒരു വ്യക്തി അയാൾക്ക് സെക്യുലറായി ജീവിക്കണോ വേണ്ടയോ എന്ന് അയാൾക്ക് തീരുമാനിക്കാം. ഭരണഘടന ഒരിക്കലും അത് ഇമ്പോസ് ചെയ്യാൻ പാടില്ല. നാളെ നമ്മുടെ ഭരണഘടനയിൽ കമ്മ്യൂണിസമാണ്, സെക്യുലർ, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന് എഴുതി വെച്ചാൽ എന്ത് ചെയ്യും? ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റും അല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇതിനേക്കാളൊക്കെ മഹത്തരമായ ഭാരതീയമായ ഒരു ന്യായസംഹിതയിലാണ്. അപ്പോൾ എന്നോട് പറയുകയാണ്, നിങ്ങൾ നാളെ മുതൽ സോഷ്യലിസത്തെ വിശ്വസിച്ചോണം, അതാണ് നമ്മുടെ ഭരണഘടന പറയുന്നതെന്ന്. അത് അംഗീകരിക്കാൻ പറ്റുമോ? അത് തെറ്റല്ലേ? ഇതായിരുന്നു അംബേദ്കറിൻ്റെ വാദം. അതുകൊണ്ട് അദ്ദേഹം സോഷ്യലിസവും ഇൻക്ലൂഡ് ചെയ്തില്ല, സെക്യുലറിസവും ഇൻക്ലൂഡ് ചെയ്തില്ല. അതായത് 47 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്ത് 1950 ജനുവരി 26 നിലവിൽ വന്ന ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ഭരണഘടന, അതിൽ സെക്യുലറിസം എന്നുള്ള വാക്കുണ്ടായിരുന്നില്ല, സോഷ്യലിസം എന്നുള്ള വാക്കുണ്ടായിരുന്നില്ല. എന്ന് കരുതി നമ്മൾ സെക്യുലർ അല്ലായിരുന്നു. അംബേദ്കർ പറയുന്നത് സെക്യുലറിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മതേതരത്വം എന്നത് ഇന്ത്യയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നമ്മുടെ ഗുണമാണ്. നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചാലും നമ്മൾ സെക്യുലറാണ്, ഭരണഘടനയിൽ ഇല്ലെങ്കിലും നമ്മൾ സെക്യുലറാണ്. 75 ഈ രണ്ട് വാക്കുകളും അല്ലെങ്കിൽ സെക്യുലറിസം തിരികെ കയറ്റുന്നതിന് മുൻപ്, അതായത് 47 മുതൽ 75 വരെ നമ്മൾ സെക്യുലർ അല്ലായിരുന്നു, നമ്മളായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ബേസിക് നേച്ചർ അതായിരുന്നു. 75 അത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെക്യുലർ കൂടുതലായിട്ട് എന്തെങ്കിലും ആയോ? ഒന്നും ആയിട്ടില്ല. അപ്പം അംബേദ്കറിനെ സംബന്ധിച്ച് ഈ രണ്ട് വാക്കുകളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തരുത്. അത് അങ്ങനെയല്ല, അതല്ല ഭരണഘടനയുടെ പർപ്പസ് തന്നെ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. ഭരണഘടന സാമ്പത്തിക വ്യവസ്ഥ നിശ്ചയിക്കുവാനുള്ള ഡോക്യുമെൻ്റ് അല്ല, അതൊരു ഭരണക്രമം നിശ്ചയിക്കുവാനുള്ള ഡോക്യുമെൻ്റാണ്. ഗവർണറിൻ്റെ ഉത്തരവാദിത്വം എന്തായിരിക്കണം, പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം എന്തായിരിക്കണം, എങ്ങനെ ഇലക്ഷൻ നടത്തണം, പൗരൻ്റെ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഭരണഘടനയിൽ ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ സോഷ്യലിസം പോലെ ഒരു ഐഡിയോളജിയോ കമ്മ്യൂണിസം പോലെ ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക വ്യവസ്ഥയോ അല്ല അതിലുണ്ടായിരിക്കേണ്ടത്. ഇതായിരുന്നു അംബേദ്കറിൻ്റെ വാദം. കാരണം ഇന്ന് നിങ്ങൾക്ക് സോഷ്യലിസം നല്ലതായിട്ട് തോന്നാം, ഒരു നല്ല സാമ്പത്തിക വ്യവസ്ഥയായിട്ട് തോന്നാം. 50 കൊല്ലം കഴിഞ്ഞ് അതിനേക്കാൾ നല്ലൊരു സാമ്പത്തിക വ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മാറേണ്ടി വരും. പക്ഷേ ആ മാറുമ്പോഴേക്കും നിങ്ങളുടെ രാജ്യത്തെ തെറ്റായ ഒരു വ്യവസ്ഥിതിയിലൂടെ ബഹുദൂരം കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. അതാണ് ഭാരതത്തിന് സംഭവിച്ചത്. നെഹ്റു ഗാന്ധിസമൊക്കെ പറയും. ഗാന്ധിയുടെ മരണത്തിന് ശേഷം അദ്ദേഹം ഗാന്ധിസം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അദ്ദേഹം കോൺഗ്രസിനെ തന്നെ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആക്കി കളഞ്ഞു. രാജ്യത്തിൻ്റെ അടിസ്ഥാന വ്യവസ്ഥിതി ഒരു സോഷ്യലിസ്റ്റ് രീതിയിലാണ് അദ്ദേഹം കൊണ്ടുപോയത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലത്തിന് ശേഷവും ഇന്നും എങ്ങനെ ദാരിദ്ര്യം ഇല്ലാതാക്കണം, എങ്ങനെ പട്ടിണി ഇല്ലാതാക്കണം എന്ന് ചിന്തിച്ച് നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നു പോയ യൂറോപ്പ്
അവർ സോഷ്യലിസം ഒന്നും ഫോളോ ചെയ്തില്ല. അവർ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ മുന്നോട്ട് പോയി. അതുകൊണ്ട് സംഭവിച്ചത് ആദ്യത്തെ 15 കൊല്ലം കൊണ്ട് അവർ ലോകത്തിന് മുന്നിലെത്തി. നമ്മൾ എങ്ങും എത്തിയില്ല. നമ്മൾ പട്ടിണി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സോഷ്യലിസത്തിൻ്റെ അൾട്ടിമേറ്റ് ഫലം നമുക്ക് തന്നത്. അതുപോലെ നമ്മുടെ ഭരണഘടനയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു വാക്കാണ് ഫെഡറൽ. പലപ്പോഴും കേൾക്കാം രാജ്യത്തിൻ്റെ ഫെഡറൽ ഫാബ്രിക്കിനെ തകർത്തു എന്നൊക്കെ. നമ്മുടെ ഭരണഘടന ഫെഡറൽ ഭരണഘടനയല്ല. നമ്മളുടേത് ഒരു ഫെഡറൽ സ്ട്രക്ചറുമല്ല. നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് വേഴ്സസ് സെൻട്രൽ റിലേഷൻഷിപ്പ് ഫെഡറൽ റിലേഷൻഷിപ്പും അല്ല. നമ്മുടെ ഭരണഘടന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടാണ് നമ്മുടെ ഭരണഘടന രാജ്യത്തെ മൊത്തമായിട്ട് കാണുന്നത്. ഫോർ എക്സാമ്പിൾ അമേരിക്കയുടെ ഭരണഘടന ഫെഡറലാണ്. അതായത് ഫെഡറൽ ഗീവ്സ് ദ റൈറ്റ് ടു സെപ്പറേറ്റ്. ഒരു സ്റ്റേറ്റ് ഫെഡറൽ ആണെങ്കിൽ ആ സ്റ്റേറ്റിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പോകാം. നമ്മളുടേത് അങ്ങനെയല്ല, നമുക്കങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധ്യവുമല്ല. ഇതും ഭരണഘടനയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും ആൾക്കാർ അറിയാൻ വയ്യാതെ ഈ ഫെഡറൽ എന്ന് ഉപയോഗിക്കുന്നത് കാണാം. ഇനി എന്തുകൊണ്ടാണ് സ്വാമി ഈ പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയിൽ പോയതെന്ന് നോക്കാം. സ്വാമി പറയുന്നത് 1973 ഒരു സുപ്രീം കോടതി വിധി സ്വാമി കോട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പെറ്റീഷനിൽ. ആ വിധി കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, കേരളത്തിൽ പാലക്കാട് നടന്ന ഒരു കേസാണ്. ആ കേസിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത് ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ കനോട്ട് ബി ചേഞ്ച്ഡ്. ഭരണഘടനയുടെ ആമുഖം ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഏതാമുഖം? അംബേദ്കർ എഴുതിയ ആമുഖം. അതായത് ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി എന്ന ആ ആമുഖം, അതായത് സോഷ്യലിസവും സെക്യുലറിസവും ഇല്ലാത്ത ആമുഖം. അത് 73 സുപ്രീം കോടതി വിധിയിൽ പറയുന്നത് ഇപ്പം നിലനിൽക്കുന്ന ഭരണഘടനയുടെ പ്രിയാമ്പിൾ മാറ്റുവാൻ പാടുള്ളതല്ല എന്നാണ്. എന്നാൽ അടിയന്തരാവസ്ഥക്കാലത്ത് 1975 ഇന്ദിരാഗാന്ധി ഈ 46ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ പ്രിയാമ്പിൾ തന്നെ അങ്ങ് ചേഞ്ച് ചെയ്തു. എന്നിട്ടാണ് അവർ ഈ സെക്യുലറിസവും സോഷ്യലിസവും ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി വിധിയെ തന്നെ മറികടന്നാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ തെറ്റ്. 2, നിങ്ങൾ ഈ ഭരണഘടനയെ നോക്കൂ. നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ പേജിൽ സെക്യുലറിസം ആണോ സോഷ്യലിസ്റ്റ് ആണോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ഒരു ആർട്ടിക്കിളിലും, ഒരൊറ്റ ആർട്ടിക്കിളിലും എന്താണ് ഈ സെക്യുലറിസം അല്ലെങ്കിൽ എന്താണ് ഈ സോഷ്യലിസം എന്ന് ഡിഫൈൻ ചെയ്തിട്ടേ ഇല്ല. ഇങ്ങനെ 2 വാക്ക് അതിൻ്റെ പ്രിയാമ്പിളിലുണ്ട്. പക്ഷേ ഈ വാക്കുകൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ സെക്യുലറിസത്തിനെയും സോഷ്യലിസത്തിനെയും ഡിഫൈൻ ചെയ്യുകയാണ്. ഇപ്പോൾ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം പാടില്ല എന്നുള്ളതാണോ? അതോ ഗവൺമെൻറ് മതത്തിൽ ഇടപെടില്ല എന്നുള്ളതാണോ? അതോ എല്ലാ മതങ്ങളെയും ഒരുപോലെ ഗവൺമെൻറ് നോക്കും എന്നുള്ളതാണോ? അതോ ഒരു മതത്തിനെയും ഗവൺമെൻറ് പരിഗണിക്കില്ല എന്നുള്ളതാണോ? അതോ ഈ ന്യൂനപക്ഷ അപ്പീസ്മെൻറ്റ് ആണോ സെക്യുലറിസം? ഇപ്പോൾ നടക്കുന്ന സെക്യുലറിസം അതാണോ സെക്യുലറിസത്തിൻ്റെ ഡെഫിനിഷൻ? എന്താണ് ഈ സാധനം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എനിക്കറിയത്തില്ല. ഈ സാധനം എന്താണെന്ന് കാരണം അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയുന്നത് ഭരണഘടനയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്യുലറിസം. ഈ ഭരണഘടനയിൽ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഭരണഘടനയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്യുലറിസം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാമോ? ഭരണഘടനയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സോഷ്യലിസം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാമോ? ഭരണഘടനയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫെഡറലിസം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? കാരണം ഭരണഘടന ഫെഡറൽ എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഭരണഘടനയിലില്ല. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ആ ഒരു വാക്കേ ഇല്ല. എന്നിട്ട് ഈ ഇല്ലാത്ത സാധനങ്ങളിട്ടാണ്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ട കാര്യങ്ങളിട്ടാണ് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തമ്മിലടിക്കുന്നത്. എന്തായാലും ദത്താത്രേയ ഹോസപിള്ള തുറന്നു വിട്ടിരിക്കുന്ന ഡിസ്കഷൻ നല്ല രീതിയിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ സെക്യുലറിസം എന്താണെന്നും സോഷ്യലിസം എന്താണെന്നും ഈ ഫെഡറലിസം എന്താണെന്നും ഒക്കെ ചർച്ച ചെയ്യപ്പെടണം. അതിന് ഈ ഒരു ഹോസപിള്ള തുറന്നു വിട്ട പുതിയ ഡിസ്കഷൻ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.